ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ മമ്മിയുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ? ഇത് ചക്കയാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയാണ്. ഞങ്ങളുടെ സ്വന്തം പ്ലാവിലുണ്ടായ ചക്കയാണ്. ഇത് വെച്ചിട്ട് ഞങ്ങളൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഞങ്ങളിത് എങ്ങനെ ഉണക്കി സൂക്ഷിച്ച് വെക്കുന്നതെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു 2 ചക്ക എടുത്ത് ഉണക്കി വെച്ചാലോ എന്ന്. അതിന് ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ മമ്മി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ചക്ക അടത്തി ഇത് എങ്ങനെ ഉണക്കി സൂക്ഷിച്ച് വെക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചക്ക. ഇതാണ് വെട്ടിപ്പറക്കി ഉണക്കി നമ്മൾ സൂക്ഷിക്കാൻ പോകുന്നത്. ഇത് വെട്ടിപ്പറക്കിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് കാണാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചക്ക. മമ്മി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ അരിയുന്നതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരും. അപ്പോൾ ചക്ക അരിയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോടം മുന്നേ വെട്ടിക്കളയും. ആ കട്ടിയുള്ള ഭാഗം കണ്ടോ? ഈ കട്ടിയുള്ള ഭാഗം കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ഒരേ രീതിയിൽ അരിഞ്ഞിടണം. ഒരേ രീതിയിൽ അരിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ ഉണങ്ങിക്കിട്ടാനാണ്. ഈ വെയിലത്ത് ഉണങ്ങിക്കിട്ടും എങ്കിലും നമുക്കൊരു വിശ്വാസം. തന്നെയല്ല, മോടം അങ്ങ് ചെത്തി കളഞ്ഞിട്ട് വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ചക്ക. കഴുകണ്ട, വെള്ളത്തിലിട്ട് കഴുകരുത്. കഴുകാതെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഉണക്കി വെച്ചിരിക്കുന്ന ചക്കയാണിത്. ഇതുപോലെയാണ് ഞാനിത് ഉണക്കി വെച്ചിരിക്കുന്നത്. ഇത് കണക്ക് സിപ്ലോ കവറിനകത്ത് അന്ന് മുതൽ ഈ കവറിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമ്മൾ ഉപയോഗിക്കും, വീണ്ടും അടച്ചു വെക്കും. കുറച്ച് നമ്മൾ വേവിക്കുകയൊക്കെ ചെയ്തു. ബാക്കി ഇരുന്നതാണ് ഇത്രയും സാധനം. ഇപ്പോഴും അതൊരു കുഴപ്പമില്ല, ഉളുമ്പം കയറിയിട്ടില്ല, പന്നലായിട്ടേ ഇല്ല. നിങ്ങൾ കണ്ടു കാണുമല്ലോ, വേണ്ടേ, ഒരു കുഴപ്പമില്ല. ചെന്നീര് ഓടിയിട്ടില്ല, യാതൊരു പ്രശ്നമില്ലാതിരിപ്പുണ്ട്. ഇപ്പോഴും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് കണക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പം നോക്കാം. നമ്മൾ വെള്ളം സ്റ്റൗവിൽ വെച്ചു, സ്റ്റൗ ഓണാക്കി കത്തിച്ചു, വെള്ളം തിളച്ചു. ഈ തിളച്ച വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ആ ഉപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നു. നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു. വെള്ളം തിളച്ച് കിടക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ ചക്ക ഇട്ട് കൊടുക്കും. തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം. നമ്മൾ ഈ വെള്ളത്തിലോട്ട് ചക്ക ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് സ്റ്റൗ ഓഫാക്കി നമുക്കിത് മാറ്റി വെച്ചിട്ട് കോരാം. നമ്മുടെ കണ്ണാപ്പയ്ക്കകത്തോട്ട് കോരുകയാണ്. വേറെ ഒരു രീതിയിലും നമുക്ക് ചക്ക ഉണക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ കഴിഞ്ഞ വർഷമല്ല, അതിന് എങ്ങേ വർഷം ഉണക്കി വെച്ചിരുന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കണക്കാണ് ഇപ്പം ഇത് ചെയ്തേക്കുന്നത്. ഇത് കണ്ണാപ്പയിലോട്ട് നമ്മൾ കോരി വെച്ചു. കോരി വെച്ചതിന് ശേഷം നല്ല വെയിലുണ്ട്. ഈ വെയിലത്ത് ഇതൊരു 4 ദിവസം കിടക്കുമ്പോൾ തന്നെ ഉണങ്ങി നന്നായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചക്കയുള്ള സീസണാണിപ്പോൾ.
ഇപ്പം കുറച്ച് ചക്കയൊക്കെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടംപോലെ പ്ലാവയിൽ ഇഷ്ടംപോലെ ചക്കകളുണ്ടായിരുന്നു. ഇപ്പം നമുക്കും ചക്ക കുറവാണ്. എങ്കിലും ഞാൻ 2 ചക്ക ഉണക്കി വെച്ചതാണ്. മാള് വരുമ്പം മാളുവിന് കൊണ്ടുപോകാനും അല്ലെങ്കിൽ വരുന്ന സമയത്ത് കഴിക്കാനും ഒക്കെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് നമ്മൾ വീട്ടിൽ ഒരു ചക്ക ആയാലും മതി. ഞാനിപ്പോൾ 2 ചക്കയിലാണ് ഇതെടുത്തത്. പക്ഷേ ഒരു ചക്കയ്ക്കകത്തും നമുക്ക് ഉണക്കി വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ എടുത്തതിൻ്റെ ബാക്കി ഇച്ചിരി ഉണ്ട്, അതങ്ങ് പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞ് വെയിലത്തോട്ടിട്ട് ഇതണക്കൊന്ന് വാട്ടി വെയിലത്തോട്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോളും. നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയൊന്നും വേണ്ട. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ചോറൊക്കെ കഴിക്കാൻ കുറച്ച് കഴിച്ചിട്ട് ഇതുപോലെ ചക്കയൊക്കെ മഴയുടെ സമയത്തോ എപ്പോഴും ഏത് സമയത്തും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണ്. നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി ഇത് വെയിലത്തിട്ട് ഉണക്കാം. ഉണക്കിയതിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചക്ക ഉണക്കാൻ വെയിലത്തിട്ടിരിക്കുകയാണ്. ഭയങ്കര വെയിൽ, നല്ല വെയിലുണ്ട്. ഈ വെയിലത്ത് ഉണങ്ങി കിട്ടും. അപ്പം ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചക്ക 5 ദിവസത്തെ വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണ്. വേനൽക്കാലത്ത് ചക്കയൊക്കെ ഉള്ളവർ ഇതുപോലെ ഉണക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മഴക്കാലത്തോ അല്ലാത്ത സമയങ്ങളിലോ നമുക്ക് വേവിച്ച് കഴിക്കാൻ പറ്റും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഇത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളിത് ചെയ്യാൻ മടി കാണിക്കരുത്. ശകലം പാടുണ്ട്, കാരണം നമുക്കിത് അരിഞ്ഞ് പറക്കി എടുക്കുന്ന ഒരു പാടേ ഉള്ളൂ. വെയിലുള്ളപ്പം വെയിലത്തങ്ങ് ഇട്ടിരുന്നാൽ മതി, അത് അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോളൂ. ഒരു 5 ദിവസം വെയിലത്തിടണമെന്നുള്ളതേ ഉള്ളൂ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കണക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരും. ഓക്കേ.